a mob runs right amidst peaceful protest demanding justice for Abhaya in Kolkata. ആഗസ്റ്റ് 9 കൊൽക്കത്തയിലെ ഒരു ഗവൺമെന്റ് കോളേജിലെ 3ാം നിലയിലെ സെമിനാർ ഹാളിൽ 31 വയസ്സുകാരിയായ ഒരു യുവതിയുടെ മൃതദേഹം കാണപ്പെടുന്നു. 36 മണിക്കൂർ തുടർച്ചയായി ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന PG സീനിയറായ ഒരു പെൺകുട്ടിയായിരുന്നു അത്. മൃതദേഹം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആ പെൺകുട്ടി ക്രൂരമായ ഒരു റേപ്പിന് വിധേയായിട്ടുണ്ടെന്ന്. ഉടൻ തന്നെ പോലീസ് എത്തി അന്വേഷണം ആരംഭിക്കുന്നു. 36 മണിക്കൂറോളം പേഷ്യന്റിന് വേണ്ടി ജോലി ചെയ്ത ഒരു ഡോക്ടറായ ഒരു PG സീനിയറായ ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള സംഭവം നടന്നറിഞ്ഞ് ആ കോളേജിലെ ഡോക്ടേഴ്സും സ്റ്റുഡൻസും പ്രതിഷേധം തുടങ്ങുന്നു. പക്ഷെ കോളേജിന്റെ റെസ്പോൺസിബിലിറ്റി പേഴ്സണായ പ്രിൻസിപ്പൽ പറഞ്ഞത് ആ സമയത്ത് ആ പെൺകുട്ടി എന്തിനാണ് സെമിനാർ ഹാളിൽ പോയതെന്നാണ്. ഇത് പറഞ്ഞതും പ്രതിഷേധം കൂടുതൽ ആളിക്കത്തുന്നു. പോലീസ് അന്വേഷണത്തിൽ കുറ്റവാളിയെ കണ്ടെത്തുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് പൊട്ടിപ്പോയ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ അംശം ലഭിക്കുകയും അത് വെച്ചാണ് പോലീസ് കുറ്റവാളിയെ കണ്ടെത്തുന്നത്. ഇയാൾ ആ കോളേജിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന ഒരു പോലീസ് വളണ്ടിയർ ആയിരുന്നു. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിലേക്ക് രോഗികൾ എത്തുമ്പോൾ അവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ചെറിയ ചെറിയ ജോലികളും ഇയാൾ ചെയ്തിരുന്നു. രോഗികൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഡോക്ടറെ കാണാം, എക്സ്റേ എവിടെ എടുക്കണം, അതുപോലെ തന്നെ മരുന്നുകൾ എവിടെ നിന്ന് വാങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് രോഗികളെ കൃത്യമായി കൊണ്ടുപോവുക എന്നതായിരുന്നു അയാൾ ചെയ്ത ജോലി. ഈ ജോലിക്ക് അയാൾ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് കൃത്യമായിട്ടുള്ള കമ്മീഷനും വാങ്ങിക്കുന്നുണ്ടായിരുന്നു. സംഭവം നടന്ന അന്നേ ദിവസം ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരികയും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു ഇയാൾ. അതിനുശേഷം പേഷ്യന്റിന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയുമായിട്ട് ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മദ്യപിക്കുന്നു. ഇയാൾക്ക് അവിടെ താമസിക്കാനുള്ള റൂമും ഒരുക്കിയിട്ടുണ്ട് അധികൃതർ. പക്ഷേ മദ്യപിച്ചതിന് ശേഷം ഇയാൾ 3ാം നിലയിലുള്ള ആ സെമിനാർ ഹാളിൽ ചെല്ലുന്നു. അതേസമയം തന്നെ കൊല ചെയ്യപ്പെട്ട ആ പെൺകുട്ടിയും 36 മണിക്കൂറത്തെ ഡ്യൂട്ടി ചെയ്തതിനു ശേഷം ഒന്ന് കണ്ണടിക്കാം എന്ന് വിചാരിച്ച് അതേ സെമിനാർ ഹാളിലേക്ക് പുലർച്ചെ 3 മണിക്ക് ചെല്ലുന്നു. ഇവിടെയാണ് ആ പ്രിൻസിപ്പൽ ചോദിച്ച ചോദ്യം ഉയർന്നു വരുന്നത്. എന്തുകൊണ്ട് ആ പെൺകുട്ടി ഉറങ്ങാൻ വേണ്ടി ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ആ സെമിനാർ ഹാളിൽ പോയി? അതായത് ഈ കുറ്റകൃത്യം ചെയ്ത ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മദ്യപിക്കുന്ന ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഹോസ്പിറ്റൽ അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ സമയം നോക്കാതെ ഡ്യൂട്ടി ചെയ്യുന്ന ഡോക്ടേഴ്സിന് വിശ്രമിക്കാനുള്ള സൗകര്യം ആ ഹോസ്പിറ്റലില്ല. ആ സൗകര്യം നിങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ആ സമയത്ത് സെമിനാർ ഹാളിൽ ചെല്ലില്ലായിരുന്നു, ഈ സംഭവം നടക്കില്ലായിരുന്നു. സംഭവത്തിന് ശേഷം ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. കൂടുതൽ അന്വേഷണത്തിനായി കേസ് CBIക്ക് കൈമാറുന്നു. ഇതോടെ പ്രശ്നങ്ങൾ അവസാനിച്ചോ, ആ പെൺകുട്ടിക്ക് നീതി ലഭിച്ചോ എന്നുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുമ്പോൾ അതിനുള്ള ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. ഇതൊരു റാൻഡം ഇൻസിഡന്റ് ആയി എഴുതി തള്ളാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടേഴ്സൊക്കെ ഇപ്പോഴും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. അവരുടെ ആവശ്യം സെൻട്രൽ ഹെൽത്ത് കെയർ പ്രൊട്ടക്ട് ആക്ട് കൊണ്ടുവരണമെന്നാണ്. ഹെൽത്ത് കെയർ പ്രൊട്ടക്ട് ആക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റിയിലുള്ള, അതായത് കമ്പൗണ്ടർ, നഴ്സ്, ഡോക്ടർ, അങ്ങനെ എല്ലാവർക്കുമുള്ള ഒരു പ്രൊട്ടക്ട് ആക്ട് കൊണ്ടുവരണമെന്നാണ്. ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആരോടെങ്കിലും ഒരാൾ ഫിസിക്കൽ അസൾട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള കൃത്യമായ നടപടിയും ഉടൻ തന്നെ ശിക്ഷയും കൊടുക്കണം എന്നാണ് ഈ ആക്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് ആ ഹോസ്പിറ്റലിൽ താമസിക്കാനുള്ള സൗകര്യവും വിശ്രമിക്കാനുള്ള സൗകര്യവും ഉണ്ടാക്കി കൊടുക്കണം എന്നും അതുപോലെ തന്നെയുള്ള നിരവധി ആവശ്യങ്ങളും ഈ ആക്ടിലുണ്ട്. ഈ ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ ജോലി മേഖലകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പേഷ്യന്റുമായിട്ട് അതുപോലെ തന്നെ വരുന്ന ആൾക്കാരുമായിട്ട് വളരെയധികം അടുത്ത് ഇടപഴകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവിചാരിതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ആക്റ്റും ഇപ്പോൾ നിലവിലില്ല. നമ്മൾ പുറത്തുനിന്ന് ഈ ഡോക്ടേഴ്സൊക്കെ നോക്കിക്കാണുമ്പോൾ നല്ലോണം പണം സമ്പാദിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അതിൽ അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അവരുടെ സ്കില്ലും അറിവും വെച്ച് തന്നെയാണ് അവർ ഈ നിലയിലെത്തിയതും ഡോക്ടറായതും. ബാക്കി എല്ലാ മേഖലയിലും ഒരു ചെറിയ രീതിയിലുള്ള പ്രൊട്ടക്ട് ആക്ട് നിലവിലുണ്ടെങ്കിലും ഈ മേഖലയിൽ മാത്രം, അതായത് ഈ ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റി മേഖലയിൽ മാത്രം ഇത്തരത്തിലുള്ള ഒരു പ്രൊട്ടക്ട് ആക്ടും നിലവിലില്ല. രാപ്പകലില്ലാതെ 24 മണിക്കൂറോളം പഠിച്ച് നീറ്റെഴുതി ഡോക്ടറായി 30 വയസ്സ് വരെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ് എന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞ് ഒരു സ്ഥാപനത്തിൽ പോയി, ഒരു ഹോസ്പിറ്റലിൽ പോയി വർക്ക് ചെയ്ത് 36 മണിക്കൂറോളം ഡ്യൂട്ടി ചെയ്ത് ഒന്ന് വിശ്രമിക്കാൻ പോയപ്പോൾ മദ്യപിച്ച് ലഹരിയിൽ വന്ന ഒരുത്തന്റെ കൈകൊണ്ട് മരിക്കേണ്ടി വന്ന ആ പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ എവിടെയാണ് ആ ഡോക്ടർക്ക് നീതി ലഭിച്ചത്?
ഇനി അവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാലും ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കില്ല. കാരണം സിസ്റ്റം അങ്ങനെയാണ്. അതുകൊണ്ടാണ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഡോക്ടർമാർ ഇപ്പം പ്രതിഷേധിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ആ പോരാട്ടത്തെ നമ്മൾ ഓരോരുത്തരും അംഗീകരിച്ചേ മതിയാവും.